PSC ബൂസ്റ്റർ ഡോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരം പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ഫൈനൽ റിവിഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. 101ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ശബ്ദം കേൾക്കാതിരിക്കാൻ എന്താണ് കാരണം? ഉത്തരം, വായു ഇല്ലാത്തതുകൊണ്ട്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മറ്റൊരാൾ പറയുന്ന കാര്യം നമ്മൾ കേൾക്കുന്നത് ഭൂമിയിൽ വായു ഉള്ളതുകൊണ്ടാണ്. വായു ഒരു മാധ്യമമാണ്. അങ്ങനെ ഒരു മാധ്യമം ചന്ദ്രനിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചന്ദ്രനിൽ ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. പ്രകാശത്തെ പോലെയല്ല ശബ്ദം. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. എന്നാൽ ശബ്ദം അങ്ങനെയല്ല. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഖരപദാർത്ഥങ്ങളിൽ ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു. ദ്രാവകത്തിലേക്ക് എത്തുമ്പോൾ സ്പീഡ് കുറയുന്നു. വാതകമാകുമ്പോൾ പിന്നെയും വേഗത കുറയും. ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. 102ാമത്തെ ചോദ്യം, പാറക്കഷ്ണങ്ങൾ നിറച്ച ഒരു ബോട്ട്. അത് നിൽക്കുന്ന കുളത്തിലേക്ക് ആ ബോട്ടിലുള്ള പാറക്കഷ്ണങ്ങൾ ഇട്ടാൽ ജലനിരപ്പിന് എന്ത് സംഭവിക്കും? ഉത്തരം, ജലനിരപ്പ് കുറയും. ആർക്കിമിഡീസ് തത്വവും സാന്ദ്രതയും ഒക്കെ കൃത്യമായി അറിയാമെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ. എന്നാൽ തൽക്കാലത്തേക്ക് ഇത് മനസ്സിലാക്കാൻ മറ്റൊരു വഴി പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു കുളമാണ്. ആ കുളത്തിനുള്ളിൽ ഒരു ബോട്ട് കിടപ്പുണ്ട്. ആ ബോട്ടിലേക്ക് നമ്മൾ ഭാരമുള്ള ഒരു കല്ല് എടുത്തു വെക്കുന്നു. എന്താണ് സംഭവിക്കുക? ബോട്ടിലേക്ക് ഭാരമുള്ള ഒരു കല്ല് എടുത്തു വെക്കുമ്പോൾ ബോട്ടിൻ്റെ ആകെയുള്ള ഭാരം കൂടും. കുളം എന്നത് ഒരു അടഞ്ഞ സ്ഥലമാണ്. വെള്ളത്തിന് എവിടേക്കും പോകാൻ കഴിയില്ല. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. വെള്ളത്തിന് എവിടേക്കും പോകാൻ കഴിയില്ല. ഭാരമുള്ള കല്ല് നമ്മൾ ബോട്ടിലെടുത്ത് വെച്ച് കഴിയുമ്പോൾ ബോട്ടിൻ്റെ ആകെ ഭാരം കൂടുകയും അത് തൊട്ട് താഴെയുള്ള ജലത്തെ പല സ്ഥലങ്ങളിലേക്കും തള്ളി മാറ്റുകയും ചെയ്യും. വെള്ളത്തിന് എങ്ങോട്ടും പോകാൻ സാധിക്കാത്തതുകൊണ്ട് ജലനിരപ്പ് ഉയരും. ഇതാണ് നമ്മൾ കുളത്തിൽ കിടക്കുന്ന ഒരു ബോട്ടിലേക്ക് പാറ എടുത്തു വെക്കുമ്പോൾ സംഭവിക്കുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ബോട്ട്. അതിൻ്റെ ഉള്ളിൽ ഭാരമുള്ള ഒരു പാറയുണ്ട്. ആ പാറയുടെ ഭാരം ബോട്ടിൻ്റെ ആകെ ഭാരത്തെ കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ബോട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ജലത്തെ പല സ്ഥലങ്ങളിലേക്കും തള്ളി മാറ്റുന്നു. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ആ പാറ അതേ കുളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ജലനിരപ്പിന് സംഭവിക്കുക എന്ന്. പാറയെടുത്ത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ബോട്ടിൻ്റെ ആകെ ഭാരം കുറയും. ബോട്ട് മുകളിലേക്ക് പൊങ്ങും. നേരത്തെ തള്ളി മാറ്റിയ അത്രയും വെള്ളം ഇപ്പോൾ ഈ ബോട്ട് തള്ളി മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് കുറയും. കുളത്തിൽ കിടക്കുന്ന ഒരു ബോട്ടിലേക്ക് ഭാരമുള്ള ഒരു പാറ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുളത്തിലെ ജലനിരപ്പ് ഉയരും. ആ പാറയെടുത്ത് കുളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബോട്ട് മുകളിലേക്ക് പൊങ്ങും. ജലനിരപ്പ് കുറയും. 103ാമത്തെ ചോദ്യം, വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം, ചുവപ്പ്, പച്ച. റെഡും ഗ്രീനുമാണ് കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്ധതയുള്ള ഒരാളിന് തിരിച്ചറിയാൻ സാധിക്കാത്തത്. ഡാൾട്ടന് വർണ്ണാന്ധത ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിനെ ഡാൾട്ടനിസം എന്നും വിളിക്കാറുണ്ട്. വർണ്ണാന്ധതയുടെ മറ്റൊരു പേരാണ് ഡാൾട്ടനിസം. 104ാമത്തെ ചോദ്യം, തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറമേത്? ഉത്തരം, ചുവപ്പ്. തരംഗ ദൈർഘ്യം, വേവ് ലെങ്ത് ഏറ്റവും കൂടിയ നിറമാണ് ചുവപ്പ്. സൗരസ്പെക്ട്രത്തിലെ 7 നിറങ്ങളെ വിബ്ജിയോർ എന്നാണ് നമ്മൾ എഴുതുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനമാണ് റെഡ് കിടക്കുന്നത്. തരംഗ ദൈർഘ്യം, ആ വാക്കോർക്കുക, ദൈർഘ്യം ഏറ്റവും ദൂരെ കിടക്കുന്നത് വിബ്ജിയോറിൽ ഏറ്റവും ദൂരെ കിടക്കുന്നത് റെഡാണ്, ചുവപ്പാണ്. 105ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര പ്രകാശ വർഷം 2015 ഇന്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് ആയിട്ട് ആചരിച്ച വർഷമാണ് 2015. അന്താരാഷ്ട്ര പ്രകാശ വർഷം 2015. അന്താരാഷ്ട്ര ഫിസിക്സ് വർഷം പക്ഷേ 2005 ആണ്.
2005 ഫിസിക്സ് വർഷം ആചരിച്ചത്. പ്രകാശ വർഷമാണ് 2015. അന്താരാഷ്ട്ര പ്രകാശ ദിനം അത് മെയ് 16. ഫിസിക്സ് വർഷം 2005, പ്രകാശ വർഷം 2015, അന്താരാഷ്ട്ര പ്രകാശ ദിനം അത് മെയ് 16. 106 ചോദ്യം. തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള രശ്മി ഏത്? ഉത്തരം ഗാമ. ഗാമ കിരണങ്ങൾക്കാണ് തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത്. സൂര്യപ്രകാശത്തിലെ ഏത് കിരണങ്ങളാണ് സോളാർ കുക്കർ ചൂടാക്കാൻ സഹായിക്കുന്നത്? ഉത്തരം ഇൻഫ്രാറെഡ് കിരണങ്ങൾ. സൂര്യപ്രകാശത്തിലെ ഇൻഫ്രാറെഡ് രശ്മികളാണ് സോളാർ കുക്കർ ചൂടാക്കാൻ സഹായിക്കുന്നത്. തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള കിരണങ്ങളാണ് ഗാമ കിരണങ്ങൾ. 108 ചോദ്യം. ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ വികിരണം ഏത്? ഉത്തരം കോസ്മിക് രശ്മികൾ. ഊർജവാഹികളായ കണങ്ങളുണ്ട്, ബഹിരാകാശത്ത് നിന്ന് വരുന്നു. അവയുടെ പേരാണ് കോസ്മിക് രശ്മികൾ. 109 ചോദ്യം. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ ഭാഗമേത്? ഉത്തരം അയണോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിന് വിവിധ ഭാഗങ്ങളുണ്ട്. അതിൽ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് അയണോസ്ഫിയർ. 110 ചോദ്യം. വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചതാര്? ഉത്തരം മൈക്കൽ ഫാരഡെ. വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെയാണ്. വൈദ്യുതി കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹത്തിന്റെ പേരാണ് പച്ചിരുമ്പ്. വൈദ്യുത കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് പച്ചിരുമ്പ്. സ്ഥിരകാന്തം അഥവാ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോയാണ്. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് ഇവ മൂന്നും ചേർത്താണ് സ്ഥിരകാന്തം അഥവാ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. വൈദ്യുത കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു പച്ചിരുമ്പ്, സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു അൽനിക്കോ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. 112 ചോദ്യം. കാന്തശക്തിയെ വൈദ്യുതി ശക്തിയാക്കാമെന്ന് കണ്ടുപിടിച്ചതാര്? അദ്ദേഹത്തിന്റെ പേരാണ് മൈക്കൽ ഫാരഡെ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടെത്തിയത് മൈക്കൽ ഫാരഡെയാണ്. കാന്തശക്തിയെ വൈദ്യുത ശക്തിയാക്കാമെന്ന് കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ. 113 ചോദ്യം. ട്രാൻസിസ്റ്ററിൽ സെമി കണ്ടക്ടറായി ഉപയോഗിക്കുന്ന മൂലകത്തിന്റെ പേരെന്ത്? ഉത്തരം സിലിക്കൺ. മറ്റൊരു പേര് കൂടി പഠിച്ചു വെക്കുക, ജർമേനിയം. ജർമേനിയവും സെമി കണ്ടക്ടറായി ഉപയോഗിക്കാൻ കഴിയുന്ന മൂലകമാണ്. ട്രാൻസിസ്റ്ററിൽ സെമി കണ്ടക്ടറായി ഉപയോഗിക്കുന്ന മൂലകത്തിന്റെ പേരാണ് സിലിക്കൺ. ഇതേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു മൂലകമാണ് ജർമേനിയം. 114 ചോദ്യം. ട്രാൻസ്ഫോമറിന്റെ ഉപയോഗം എന്താണ്? വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം. കുറഞ്ഞ വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് ആക്കാനും കൂടിയ വോൾട്ടേജ് കുറഞ്ഞ വോൾട്ടേജ് ആക്കാനും നമുക്ക് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കാം. കുറഞ്ഞ വോൾട്ടേജിനെ കൂടിയ വോൾട്ടേജ് ആക്കുകയാണെങ്കിൽ ആ ട്രാൻസ്ഫോർമറിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ് പറയുക. കൂടിയ വോൾട്ടേജിനെ കുറഞ്ഞ വോൾട്ടേജ് ആക്കുകയാണെങ്കിൽ അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ് പറയുക. ഈ രണ്ട് ആവശ്യങ്ങൾക്കും ട്രാൻസ്ഫോർമർ നമുക്ക് ഉപയോഗിക്കാം. 115 ചോദ്യം. ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഉത്തരം മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. 116 ചോദ്യം. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാക്കുന്ന പ്രതിഭാസമേത്? ഉത്തരം സെൽഫ് ഇൻഡക്ഷൻ. ട്രാൻസ്ഫോർമറിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ, എന്നാൽ ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാക്കുന്ന പ്രതിഭാസത്തിന്റെ പേര് സെൽഫ് ഇൻഡക്ഷൻ. ഒരു ടോർച്ച് ബാറ്ററിയുടെ വോൾട്ട് എത്ര? 1.5 വോൾട്ട്. 1.5 വോൾട്ട് ആണ് ഒരു ടോർച്ച് ബാറ്ററിയുടെ വോൾട്ട്. 120 ചോദ്യം. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിന്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഖരമാണെങ്കിൽ ശബ്ദം നന്നായി സഞ്ചരിക്കും. ദ്രാവകമാണെങ്കിൽ ശബ്ദത്തിന്റെ വേഗത കുറയും. വാതകമാണെങ്കിൽ പിന്നെയും കുറയും. വായു വാതകമാണ്, അതുകൊണ്ട് ഏറ്റവും
വേഗത കുറവ് വായുവിലാണ്. രണ്ടാമത്തേത് ജലം. വായുവിനേക്കാൾ വേഗത ശബ്ദത്തിന് ജലത്തിലുണ്ടാകും. ഏറ്റവും വേഗത്തിൽ ഖരപദാർത്ഥം. ഈ തന്നിരിക്കുന്നതിൽ ഇരുമ്പിലൂടെ ആയിരിക്കും ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുക. 121 ചോദ്യം. ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ഉത്തരം വായു. ഒരു മാധ്യമവും ഇല്ലാത്തത് കൊണ്ടാണ് ബഹിരാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. 122 ചോദ്യം. മനുഷ്യർക്ക് സഹനീയമായ ഉയർന്ന ശബ്ദപരിധി എത്രയാണ്? 125 ഡെസിബൽ. നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിയാണ് 125 ഡെസിബൽ. മനുഷ്യർക്ക് സഹനീയമായ ഉയർന്ന ശബ്ദപരിധിയാണ് 125 ഡെസിബൽ. 123 ചോദ്യം. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണ്? മനുഷ്യന് കേൾക്കാൻ സാധിക്കുക 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള ശബ്ദങ്ങളെയാണ്. ആവൃത്തി അഥവാ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ്. ആവൃത്തി അഥവാ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ്. ഒരു മനുഷ്യന് കേൾക്കാൻ സാധിക്കുക 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെയാണ്. 20,000 ഹെഡ്സിനെ നമുക്ക് 20 കിലോ ഹെഡ്സ് എന്നും എഴുതാം. 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ 20 ഹെഡ്സിനും 20 കിലോ ഹെഡ്സും ആയിരിക്കും തരിക. അതുകൊണ്ട് കൃത്യമായി നോക്കി എഴുതുക. 124 ചോദ്യം. വായുവിൽ പ്രതിധ്വനി കേൾക്കുവാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്ര? 17 മീറ്ററിൽ കൂടുതൽ. കൃത്യമായി പറഞ്ഞാൽ 17.2 മീറ്റർ. വായുവിൽ പ്രതിധ്വനി കേൾക്കുവാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലമാണ് 17 മീറ്ററിൽ കൂടുതൽ. 125 ചോദ്യം. പ്രതിധ്വനി അഥവാ എക്കോ ഉപയോഗിച്ച് ഇര തേടുന്ന പക്ഷിയുടെ പേരാണ് വവ്വാൽ അല്ലെങ്കിൽ ബാറ്റ്. പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന പക്ഷിയുടെ പേര് വവ്വാൽ എന്നാണ്. 126 ചോദ്യം. ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിന്റെ പേരെന്ത്? അതിന്റെ പേരാണ് സൊണാരിറ്റി. ലോഹങ്ങൾക്ക് പല പ്രത്യേകതകളുണ്ട്. മാലിബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് സൊണാരിറ്റി. നമ്മൾ ഒരു ലോഹത്തിൽ തട്ടുമ്പോൾ ആ ലോഹത്തിന് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയും. ലോഹത്തിന്റെ ആ കഴിവിനെയാണ് നമ്മൾ സൊണാരിറ്റി എന്ന് പറയുന്നത്. 127 ചോദ്യം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? ഉത്തരം അനുനാദം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്ന പ്രതിഭാസമാണ് അനുനാദം. 128 ചോദ്യം. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയുടെ പേരെന്ത്? ബലം അഥവാ ഫോഴ്സ്. ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ നമ്മൾ പ്രയോഗിക്കുന്ന ശക്തിയുടെ പേര് ബലമെന്നാണ്. 129 ചോദ്യം. സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങളേവ? സമ്പർക്ക ബലം എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ഈ ബലം ഉണ്ടാകുന്നത്. ഉദാഹരണമാണ് വിസ്കസ് ബലം. മറ്റൊന്നാണ് പ്രതല ബലം അഥവാ സർഫസ് ടെൻഷൻ. ഘർഷണ ബലം അഥവാ ഫ്രിക്ഷൻ. സമ്പർക്ക ബലം അഥവാ കോണ്ടാക്ട് ഫോഴ്സിന് ഉദാഹരണങ്ങളാണ് വിസ്കസ് ബലം, പ്രതല ബലം അഥവാ സർഫസ് ടെൻഷൻ, ഘർഷണ ബലം അഥവാ ഫ്രിക്ഷൻ. 130 ചോദ്യം. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലമേത്? ഉത്തരം ഘർഷണ ബലം അഥവാ ഫ്രിക്ഷൻ. മേശപ്പുറത്ത് ഒരു പുസ്തകം ഇരിക്കുന്നു, നമ്മൾ അതിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മൾ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തെ മേശയുടെ പുറം എതിർക്കും. ആ ശക്തിയുടെ പേരാണ് ഘർഷണ ബലം. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലത്തിന്റെ പേരാണ് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷൻ. 131 ചോദ്യം. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? ഉത്തരം കുറവായിരിക്കും. ഘർഷണം എന്ന് പറഞ്ഞാൽ ചലനത്തെ എതിർക്കുന്ന ബലമാണ്. കുത്തനെ ചെരിഞ്ഞ ഒരു പ്രതലം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമ്മളൊരു ബോളും
ഒരു ബുക്കും ഒരേ സമയം താഴേക്ക് തെന്നിച്ചു വിടുന്നു. ഏതായിരിക്കും ആദ്യം താഴെ എത്തുക? അത് ബോൾ ആയിരിക്കും. എന്തുകൊണ്ടാണത്? ബോള് ഉരുളുന്നു. ആ സർഫസ് ആ ബോളിനെതിരെ ഒരു ഘർഷണം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ബുക്കിന് നേരെ പ്രയോഗിക്കുന്ന ഘർഷണത്തെക്കാൾ കുറവായിരിക്കും ഉരുണ്ടു പോകുന്ന ബോളിനെതിരെ പ്രയോഗിക്കുക. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായതുകൊണ്ടാണ് ബോൾ വേഗത്തിൽ ഉരുണ്ടുപോയത്. ഓർത്തുവെക്കുക, ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. 132ാമത്തെ ചോദ്യം. വിമാനങ്ങൾക്ക് പക്ഷിയുടെ ആകൃതി നൽകാനുള്ള കാരണമെന്ത്? വായു മർദ്ദം കുറയ്ക്കാനാണ്. നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വേഗതയെ കുറയ്ക്കുന്നത് വായുവാണ്. വായു നമുക്കെതിരെ ഒരു ഫ്രിക്ഷൻ തരുന്നുണ്ട്. അതുകൊണ്ടാണ് വേഗത കുറയുന്നത്. ഇങ്ങനെ ഫ്രിക്ഷനെ പരാജയപ്പെടുത്താൻ നമ്മൾ ആകൃതിക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ സ്ട്രീം ലൈനിങ് എന്നാണ് പറയുക. വിമാനങ്ങൾക്ക് പക്ഷിയുടെ ആകൃതി നൽകുന്നത് ഇതുകൊണ്ടാണ്. വായുമർദ്ദം കുറച്ചുകൊണ്ട് വേഗത്തിൽ പോകാൻ സാധിക്കും. 133ാമത്തെ ചോദ്യം. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലമേത്? ഉത്തരം അഡ്ഹിഷൻ. തന്മാത്രകളുടെ പ്രത്യേകത പരിഗണിച്ചാൽ 2 തരം ബലങ്ങളുണ്ട്. ഒരേ തരത്തിലുള്ള തന്മാത്രകളാണെങ്കിൽ അവയ്ക്കിടയിലുള്ള ബലമാണ് കൊഹഷൻ. ഉദാഹരണത്തിന് ജലത്തിനുള്ളിലെ തന്മാത്രകൾ. ജലത്തിന്റെ 2 തന്മാത്രകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് കൊഹഷൻ. ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 2 വ്യത്യസ്ത പദാർത്ഥങ്ങളാണ്. ഒന്ന് ഗ്ലാസ്, മറ്റൊന്ന് വെള്ളം. ഗ്ലാസും വെള്ളവും 2 വ്യത്യസ്ത പദാർത്ഥങ്ങളാണ്. അവർ തമ്മിലുള്ള അട്രാക്ഷന്റെ പേര് അഡ്ഹിഷൻ എന്നാണ്. ഒരേപോലുള്ളതാണെങ്കിൽ കൊഹഷൻ, വ്യത്യസ്തങ്ങളായ 2 തന്മാത്രകൾ തമ്മിലാണെങ്കിൽ അതിനെ നമ്മൾ അഡ്ഹിഷൻ എന്നാണ് പറയുക. 134ാമത്തെ ചോദ്യം. സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഈ നിയമം എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ബോയിൽ നിയമം. വ്യാപ്തം, മർദ്ദം, വോളിയം, പ്രഷർ ഇവ വിപരീത അനുപാതത്തിലാണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയും, വ്യാപ്തം കുറയുമ്പോൾ മർദ്ദം കൂടും. രണ്ടും 2 രീതിയിൽ പോകുക. അതിനാണ് വിപരീത അനുപാതം എന്ന് പറയുന്നത്. ഈ നിയമത്തിന്റെ പേര് ബോയിൽ നിയമം എന്നാണ്. ഇടതുവശത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ 1 എന്ന് കാണിച്ചിരിക്കുന്നു, വോളിയവും 1. എന്നാൽ രണ്ടാമത്തെ പടത്തിൽ നോക്കുക, പ്രഷർ ഇരട്ടിയായി. അപ്പോൾ എന്ത് സംഭവിച്ചു? വോളിയത്തിന് വോളിയവും പകുതിയായി പോയി. പ്രഷർ കൂടിയപ്പോൾ വോളിയം കുറഞ്ഞു. ഇതാണ് ബോയിൽസ് നിയമം. വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ് എന്ന് പറയുന്ന നിയമമാണ് ബോയിൽ നിയമം. വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ, അതാണ് ബോയിൽസ് നിയമം. 135ാമത്തെ ചോദ്യം. അക്വാസ്റ്റിക്സ് എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം ശബ്ദം, സൗണ്ടിനെ കുറിച്ചുള്ള പഠനമാണ് അക്വാസ്റ്റിക്സ്. സ്റ്റഡി ഓഫ് സൗണ്ട് അക്വാസ്റ്റിക്സ്, സ്റ്റഡി ഓഫ് ലൈറ്റ് ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വാസ്റ്റിക്സ്. 136ാമത്തെ ചോദ്യം. ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ചുവപ്പ്, പച്ച, നീല. പ്രാഥമിക വർണ്ണങ്ങളെയാണ് ടെലിവിഷൻ സംപ്രേഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുക. ചുവപ്പ്, പച്ച, നീല, RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ. 137ാമത്തെ ചോദ്യം. ഹൈഡ്രോളിക് പ്രസ്സിന്റെ പ്രവർത്തന തത്വം എന്ത്? ഉത്തരം പാസ്കൽ നിയമം. ഹൈഡ്രോളിക് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പാസ്കൽ നിയമം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഏത് ചോദിച്ചാലും അതിൻ്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. ഒരു ക്ലോസ്ഡ് ഏരിയയിലുള്ള ദ്രാവകത്തിൽ നമ്മൾ ഒരു ഭാഗത്ത് പ്രഷർ അപ്ലൈ ചെയ്താൽ അത് എല്ലാ ഭാഗത്തിലേക്കും തുല്യമായി എത്തും എന്നതാണ് പാസ്കൽ നിയമം. ആ മഞ്ഞ നിറത്തിൽ കാണുന്നത് ദ്രാവകമാണ്. അതിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾ പ്രഷർ, മർദ്ദം അപ്ലൈ ചെയ്താലും അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും തുല്യമായി മർദ്ദമെത്തും എന്നതാണ് പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്,
ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ത് ചോദിച്ചാലും പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. 138ാമത്തെ ചോദ്യം. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷ്ണം പൊങ്ങിക്കിടക്കുന്നു. അതിലെ ഐസ് കഷ്ണം ഉരുകിത്തീർന്നാൽ ജലനിരപ്പിന് എന്താണ് സംഭവിക്കുക? സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാം. ഇടതുഭാഗത്ത് ഒരു ഗ്ലാസ് ഉണ്ട്, അതിൽ ജലമുണ്ട്. ആ ജലത്തിൽ നമ്മൾ ഒരു ഐസ് ക്യൂബ് ഇട്ടിരിക്കുന്നു. ആ ഐസ് ക്യൂബ് മുഴുവൻ ഉരുകിത്തീർന്നാൽ ജലനിരപ്പിന് എന്താണ് സംഭവിക്കുക? ഇത് പഠിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മറുപടി ജലനിരപ്പ് ഉയരുമെന്നതാണ്. കാരണം ഐസ് ഉരുകുന്നു, ഐസ് ഉരുകുമ്പോൾ കൂടുതൽ ജലം വരും, അങ്ങനെ ജലനിരപ്പ് ഉയരും. എന്നാൽ അത് തെറ്റാണ്. ഈ ജലനിരപ്പിന് ഒരു വ്യതിയാനവും വരില്ല, ഒരു മാറ്റവും ആ ജലനിരപ്പിന് ഉണ്ടാവില്ല. ഇടതുഭാഗത്തുള്ള ചിത്രത്തിലേക്ക് നോക്കുക. ആ ഐസ് ക്യൂബ് വെള്ളത്തിലേക്ക് ഇട്ടു. അങ്ങനെ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഐസ് ക്യൂബ് അതിൻ്റെ ഭാരം കൊണ്ട് ജലത്തെ തള്ളി നീക്കി അതിനുള്ള സ്ഥലം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ഐസ് മുഴുവൻ ഉരുകിത്തീർന്നാൽ എത്ര ജലം ഉണ്ടാകുമോ അത്രയും സ്ഥലം ഐസ് ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐസ് ക്യൂബ് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഐസ് ക്യൂബ് അതിന് വേണ്ട സ്ഥലം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിലേക്കാണ് ഐസ് ഉരുകി വീഴുന്നത്. അതുകൊണ്ടാണ് ജലനിരപ്പിന് യാതൊരു വ്യത്യാസവും വരാത്തത്. ഇതിന്റെ കൃത്യമായ ഫിസിക്സ് അറിയണമെങ്കിൽ ആർക്കിമിഡീസ് തത്വവും സാന്ദ്രതയെക്കുറിച്ചും കൃത്യമായ അറിവുണ്ടായിരിക്കണം. ഈ വീഡിയോയിൽ അതെല്ലാം പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത് ഓർത്തു വെക്കുമെന്ന് കരുതുന്നു. 139ാമത്തെ ചോദ്യം. വിളക്ക് നാടയിൽ എണ്ണ കയറുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഉത്തരം കേശികത്വം അല്ലെങ്കിൽ ക്യാപ്പിലാരിറ്റി. വിളക്ക് നാടയിൽ എണ്ണ കയറുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഉത്തരം കേശികത്വം അഥവാ ക്യാപ്പിലാരിറ്റി. 140ാമത്തെ ചോദ്യം. ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിൽ കാണാത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ ഉത്തരമാണ് ഓസോണിന് സാന്ദ്രത കുറവാണ്. സാന്ദ്രത കുറഞ്ഞവ ഏറ്റവും മുകളിൽ പോകും. ഐസിന് സാന്ദ്രത കുറവാണ്, അതുകൊണ്ടാണ് ഐസ് ജലത്തിനു മുകളിൽ ഒഴുകി നടക്കുന്നത്. ഓസോൺ തന്മാത്രകൾക്ക് സാന്ദ്രത കുറവാണ്, അതുകൊണ്ട് അവ അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് പോകും. 141ാമത്തെ ചോദ്യം. വാതകങ്ങളെ തണുപ്പിച്ച് ദ്രാവകമാക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? ഉത്തരം സാന്ദ്രീകരണം. വാതകം, ഗ്യാസിനെ തണുപ്പിച്ച് ദ്രാവകം, ലിക്വിഡാക്കി മാറ്റുന്ന പ്രോസസ്സിന്റെ പേരാണ് സാന്ദ്രീകരണം അഥവാ കണ്ടൻസേഷൻ. ഇത് തിരിച്ചാണെങ്കിൽ നമ്മൾ അതിനെ ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ എന്ന് പറയും. വെള്ളത്തിന്റെ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇത് മനസ്സിലാക്കാം. വെള്ളം നമ്മൾ ചൂടാക്കിയാൽ അത് നീരാവിയായി മാറും. വെള്ളം ദ്രാവകം, നീരാവി വാതകം. ദ്രാവകത്തെ വാതകമാക്കുന്നു, വെള്ളത്തെ നീരാവിയാക്കുന്നു. വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. ഇനിയും തിരിച്ച് നീരാവിയായിട്ടിരിക്കുന്ന സാധനം അത് വാതകമാണ്. അതിനെ തണുപ്പിച്ചാൽ അത് ജലമാകും, ദ്രാവകമാകും. ആ പ്രക്രിയയുടെ പേര് സാന്ദ്രീകരണം. 142ാമത്തെ ചോദ്യം. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു. 10 മീറ്റർ ഉയരം കൂടുമ്പോൾ ഏത് തോതിലാണ് മർദ്ദം കുറയുന്നത്? 10 മീറ്ററിന് 1 മില്ലി ബാർ എന്ന കണക്കിൽ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരും. 10 മീറ്റർ ഉയരം പോകുമ്പോൾ 1 മില്ലി ബാർ എന്ന തോതിലാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. 144ാമത്തെ ചോദ്യം. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം പ്രതലബലം കുറയും. പ്രതലബലം എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷനാണ്. സർഫസിലുള്ള ബലം, പ്രതലത്തിലുള്ള ബലം. ജലത്തിന്റെ പ്രതലം ഒരു ഷീറ്റ് വിരിച്ചതുപോലെയാണ് നിൽക്കുന്നത്. അതിന് കാരണമായ ബലമാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുക. പ്രതലബലം. പ്രാണികൾക്ക് ജലത്തിന് മുകളിലൂടെ നടന്നു പോകാൻ കഴിയുന്നത് ഈ സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ സോപ്പ് ജലത്തിലേക്ക് ലയിപ്പിക്കുമ്പോൾ ജലത്തിന് പ്രതലബലം എന്ന പ്രോപ്പർട്ടി കുറഞ്ഞു പോകും. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയും. 145ാമത്തെ ചോദ്യം. സോപ്പ് ഉപയോഗിക്കുമ്പോൾ വസ്ത്രത്തിലെയും മറ്റും അഴുക്കുകൾ
പെട്ടെന്ന് ഇളകാൻ കാരണമെന്ത്? ഉത്തരം സോപ്പ് വെള്ളത്തിന് പ്രതലബലം കുറവാണ്. നമ്മൾ സാധാരണ ജലം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അഴുക്കാണ് സോപ്പ് വെള്ളം ഉപയോഗിക്കുമ്പോൾ ഇളകി വരിക. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സോപ്പ് ജലത്തിന് പ്രതലബലം കുറവാണ്. അതുകൊണ്ട് തന്നെ ഓരോ നൂലിഴയുടെ ഇടയിൽ കൂടി ജലത്തിന് കടന്നു പോകാൻ സാധിക്കും. സോപ്പിന്റെ പ്രത്യേകത കൊണ്ട് അവ അഴുക്കിനെ ഇളക്കും. സോപ്പ് വെള്ളം ഉപയോഗിക്കുമ്പോൾ പ്രതലബലം കുറയുന്നത് കൊണ്ടാണ് വസ്ത്രത്തിലെ അഴുക്കുകൾ പെട്ടെന്ന് ഇളകിപ്പോകുന്നത്. 146-ാമത്തെ ചോദ്യം. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമമേത്? ഉത്തരം ചാൾസ് നിയമം. ചാൾസ് നിയമം പറയുന്നു വ്യാപ്തവും താപനിലയും അനുപാതത്തിലാണ് എന്ന്. വോളിയം പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. പ്രൊപ്പോർഷണൽ അഥവാ അനുപാതത്തിലാണ് എന്ന് പറഞ്ഞാൽ വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും, വോളിയം കുറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. ഇതാണ് ചാൾസ് നിയമം പറയുന്നത്. വലതുഭാഗത്തെ ചിത്രത്തിലേക്ക് നോക്കുക. ചൂട് കൂട്ടിയപ്പോൾ വോളിയം കൂടി, ചൂട് കൂട്ടിയപ്പോൾ വോളിയം കൂടി, ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ വോളിയം കൂടി. ഇതാണ് ചാൾസ് നിയമം. ഒരു ബലൂൺ അത് നമ്മൾ വീർപ്പിച്ചു, അതിനുശേഷം വെയിലത്ത് വെച്ചു. വെയിലത്ത് വെക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചൂട് കൂടി എന്നാണ് അർത്ഥം. ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. ആ ബലൂണിന്റെ ഉള്ളിലുള്ള വാതകത്തിന്റെ വോളിയം കൂടി. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ബലൂണിന് വികസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബലൂൺ പൊട്ടിപ്പോകും. ചൂട് കൂടുമ്പോൾ ബലൂൺ പൊട്ടുന്നത് എന്താണ് എന്ന് വിശദീകരിക്കുന്ന നിയമമാണ് ചാൾസ് നിയമം. വോളിയം പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇനി തണുപ്പത്ത് കൊണ്ടുവച്ചാലോ? തണുപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ടെമ്പറേച്ചർ കുറഞ്ഞു എന്നതാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും. ആ ബലൂണിന്റെ ഉള്ളിലുള്ള വാതകത്തിന്റെ വോളിയമാണ് കുറയുന്നത്. അതുകൊണ്ട് തന്നെ ബലൂൺ ചുരുങ്ങും. വോളിയം പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ചാൾസ് നിയമം. 147-ാമത്തെ ചോദ്യം. ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ഐസക് ന്യൂട്ടൺ. ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവാണ് ഐസക് ന്യൂട്ടൺ. 148-ാമത്തെ ചോദ്യം. ഒരു ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് 3 കിലോഗ്രാം, 5 കിലോഗ്രാം ഇങ്ങനെയുള്ള 2 ഇരുമ്പ് കട്ടികൾ ഒരേ സമയം താഴേക്കിട്ടാൽ ആദ്യം എത്തുന്നത് ഏതായിരിക്കും? സാധാരണ ഒരാളോട് ചോദിച്ചാൽ 5 കിലോയ്ക്ക് കൂടുതൽ ഭാരമുള്ളത് കൊണ്ട് അതാദ്യം ഭൂമിയിലെത്തുമെന്ന് പറയും. എന്നാൽ അങ്ങനെയല്ല. 3 കിലോയും 5 കിലോയും നമ്മൾ ഒരേ സമയത്ത് ഒരേ ഉയരത്തിൽ നിന്നാണ് താഴേക്കിടുന്നതെങ്കിൽ അവ രണ്ടും ഒരേ സമയത്ത് എത്തും. 149-ാമത്തെ ചോദ്യം. ഒരു മരത്തിൽ നിന്നും താഴോട്ട് പതിക്കുന്ന ആപ്പിളിന്റെ വേഗത എത്രയാണ്? ഉത്തരം 32 ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. ഫീറ്റ് എന്ന് പറഞ്ഞാൽ അടിയാണ്. 32 അടി പെർ സെക്കൻഡ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതാണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിലെ 9.8 മീറ്റർ പെർ സെക്കൻഡിനെ ഫീറ്റ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 32 എന്ന് കിട്ടുക. ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് 32 ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. ഒരു മരത്തിൽ നിന്നും താഴോട്ട് പതിക്കുന്ന ആപ്പിളിന്റെ വേഗതയാണ് 32 ഫീറ്റ് പെർ സെക്കൻഡ്. 150-ാമത്തെ ചോദ്യം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്? ഉത്തരം പിണ്ഡം അല്ലെങ്കിൽ മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ്. പിണ്ഡത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഭാരം അല്ലെങ്കിൽ വെയിറ്റ് കിട്ടും. മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്. ഭൂഗുരുത്വാകർഷണ ബലം കൂടി ആക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഭാരം ഉണ്ടാകുന്നത്. ഭാരം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റി. നമ്മൾ ഏത് ഗ്രഹത്തിൽ പോയാലും, ഇനി നമ്മൾ ഗാലക്സി വിട്ടു പോയാലും നമ്മുടെ പിണ്ഡം എപ്പോഴും സെയിം ആയിരിക്കും, മാസ് എപ്പോഴും സെയിം ആയിരിക്കും. എന്നാൽ വെയിറ്റ് അങ്ങനെയല്ല. വെയിറ്റ് ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഗ്രഹത്തിലും ഓരോ ആകാശഗോളത്തിലും ഭാരം വ്യത്യാസമായിരിക്കും. ഭൂമിയിലെ ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത്
mg, അവിടെ g ആയിട്ട് എടുക്കേണ്ടത് 9.8 m/s² ആണ്. എന്നാൽ നമ്മൾ ചന്ദ്രനിലേക്ക് പോകുമ്പോൾ അവിടെയും മാസ് കുറയില്ല, പക്ഷേ ഭാരം 6ൽ 1 കുറയും. ഭൂമിയിൽ 6 കിലോ ഭാരമുള്ള ഒരു വസ്തു ചന്ദ്രനിൽ കൊണ്ടുപോയാൽ അവിടെ 1 കിലോ ഭാരം മാത്രമേ അതിനുണ്ടാകൂ. 10ാം തരം പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടി ഫിസിക്സിൽ നിന്നും PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് കൂടി ചെയ്യുക. താങ്ക്